ഹലോ ഫ്രണ്ട്സ്, വെൽക്കം എവരിവൺ. 2026 സോണിയുടെ ഏറ്റവും അഫോർഡബിൾ പ്രീമിയം ടി വി ബ്രാവിയ 3 Mark II ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. XR35M2 എന്ന മോഡൽ നമ്പറിലാണ് ഈ കിടിലൻ ടി വി വിപണിയിൽ എത്തിയിരിക്കുന്നത്. എക്യുറേറ്റ് ഫേസ് റെക്കഗ്നിഷൻ ടെക്നോളജി, ഡെപ്ത് മാപ്പിംഗ്, ആന്റി ഗ്ലെയർ മാറ്റ് ഫിനിഷ് സ്ക്രീൻ, ഡോൾബി വിഷൻ, ഡോൾബി അറ്റ്മോസ്, ഗൂഗിൾ ടി വി വിത്ത് ജെമിനി, ഹ്യൂമൻ ബ്രെയിനിനെ പോലെ ചിന്തിക്കുന്ന XR കോഗ്നിറ്റീവ് പ്രോസസർ, 4K at the rate of 120 FPS ഗെയിമിങ്ങിന് വേണ്ടി, PS റിമോട്ട് പ്ലേ, ഇതുപോലെ ഒരുപാട് ഫീച്ചേഴ്സും ടെക്നോളജിയും നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ബ്രാവിയ 3 Mark II ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 55, 65, 75, 85 ഇഞ്ച് സൈസുകളിലാണ്. ഇനി നമുക്ക് ആദ്യം ഈ ടിവിയുടെ ഡിസൈൻ നോക്കാം. ഇതിൽ വരുന്നത് ഒരു അടിപൊളി സീംലെസ് ഫ്ലോട്ടിംഗ് ഡിസൈൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടി വി വോൾ മൗണ്ട് ചെയ്താലും ടി വി ടേബിൾ ടോപ്പ് സ്റ്റാൻഡിൽ വെച്ചാലും ഇത് കാണാൻ ഒരു അൾട്രാ പ്രീമിയം ലുക്കാണ്. നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയർ എങ്ങനെയുള്ളതായിക്കോട്ടെ, ഏത് എസ്തറ്റിക്കിലും ഇത് വെരി മച്ച് ബ്ലെൻഡായി ഭംഗിയായി മാച്ച് ആവുന്ന വിധത്തിലാണ് സോണി ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇതിന്റെ സ്ക്രീൻ നോക്കൂ, ഫ്രെയിമിൽ അതുപോലെ തോന്നിക്കുന്ന നല്ല കിടിലൻ എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. കൂടാതെ ഇതിന്റെ പ്രീമിയം മെറ്റാലിക് ഫിനിഷ് ടിവിക്ക് ആഡംബരപൂർണമായ ഒരു രൂപം നൽകുന്നുണ്ട്. ഈ ടിവിയിൽ നിങ്ങൾക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് പിക്ചർ എക്സ്പീരിയൻസ് കിട്ടും. ഇതിൽ ഉപയോഗിക്കുന്നത് അഡ്വാൻസ്ഡ് AI പ്രോസസർ XR ആണ്. വെറും ഒരു പ്രൊസസർ അല്ല, ഇതിൽ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഹ്യൂമൻ ഇന്റലിജൻസ് പോലുള്ള കോഗ്നിറ്റീവ് പ്രോസസറും വരുന്നുണ്ട്. എക്യുറേറ്റ് ഫേസ് റെക്കഗ്നിഷൻ എന്നൊരു ടെക്നോളജി കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടിവിയിൽ കാണുന്ന പല സീനുകളിലും ഹ്യൂമൻ ഫേസ്, മനുഷ്യരുടെ മുഖം വരുമല്ലോ. ഈ പ്രോസസർ വെറും മൈക്രോ സെക്കൻഡുകൾ കൊണ്ട് അത് ക്രോസ് ചെക്ക് ചെയ്ത് തിരിച്ചറിയുകയും റിയൽ വേൾഡിൽ നമ്മുടെ കണ്ണ് എങ്ങനെയാണോ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നത് അതുപോലെ ആ ഫേസിലേക്ക് ഒരു ഫോക്കൽ പോയിന്റ് നൽകി മികച്ച ക്വാളിറ്റി തരികയും ചെയ്യുന്നു. അങ്ങനെ അക്യുറേറ്റ് ആയിട്ടുള്ള ഫേസ് റെക്കഗ്നിഷൻ സാധിക്കുന്നു. അടുത്തൊരു സൂപ്പർ ടെക്നോളജിയാണ് ക്രോസ് അനലൈസിംഗ്. ഈ പ്രോസസർ ടി വി സ്ക്രീനിലെ ദൃശ്യങ്ങളെ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് സോണുകളായി തിരിക്കും. എന്നിട്ട് ഓരോ സിനാരിയോ അനുസരിച്ച് കളർ, കോൺട്രാസ്റ്റ്, ക്ലാരിറ്റി എന്നിവ ഐഡന്റിഫൈ ചെയ്ത് ഓരോ സോണിനും കൃത്യമായ പാരാമീറ്ററുകൾ നൽകും. ഇത് വളരെ വ്യത്യസ്തമായി മൈക്രോ സെക്കൻഡിൽ സംഭവിക്കുന്ന കാര്യമാണ്. സാധാരണ ടിവികളിൽ നിന്നും വ്യത്യസ്തമായി സോണി ടിവികളിൽ നല്ല കളേഴ്സ് ലഭിക്കാൻ വേണ്ടി അവരുടെ വൺ ഓഫ് ദി ബെസ്റ്റ് സാങ്കേതിക വിദ്യയായ XR ട്രൈലുമിനസ് പ്രോ ആണ് ഈ ടിവിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ ടിവികളിൽ റെഡ്, ബ്ലൂ, ഗ്രീൻ നോർമൽ കളറുകൾ കാണിക്കുമ്പോൾ സോണിയുടെ XR പ്രോസസർ ആ റെഡിന്റെയും ബ്ലൂവിന്റെയും ഗ്രീനിന്റെയും ഉള്ളിലുള്ള നൂറുകണക്കിന് ഷെയ്ഡുകൾ വരെ വളരെ കൃത്യമായി ക്രിയേറ്റ് ചെയ്ത് കാണിക്കും. നമ്മുടെ മനുഷ്യരുടെ സ്കിൻ ടോൺ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. വേറെ ബ്രാൻഡഡ് ടിവികളിൽ ഒരുപോലെ ന്യൂട്രൽ സ്കിൻ ടോൺ കാണിക്കുമ്പോൾ സോണി ഒരു നേച്ചുറൽ സ്കിൻ ടോൺ നമുക്ക് കാണിച്ചു തരും. സോണി ടിവി അവരുടെ 3D കളർ അൽഗോരിതം ഉപയോഗിച്ച് ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള റിയൽ വേൾഡ് കളേഴ്സ് നൽകും. ഇത് കാണുമ്പോൾ ശരിക്കും ഒരു റിയലിസ്റ്റിക് ഫീൽ നമുക്ക് കിട്ടും. ഇതോടൊപ്പം പിക്ചറിലെ നോയ്സ് കുറച്ച് റിയൽ ക്ലാരിറ്റി തരാൻ, നോയ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പിക്ചറിൽ വരുന്ന ചെറിയ കറുത്ത കുത്തുകൾ, XR ക്ലിയർ ഇമേജ് എന്നൊരു ടെക്നോളജിയും ഇതിൽ വരുന്നുണ്ട്. ഇതില് അക്യുറേറ്റ് AI അപ്സ്കെയിലിംഗ് വഴി സാധാരണ റെസൊല്യൂഷനിലുള്ള കണ്ടന്റുകൾ പോലും, കേബിൾ പ്രോഗ്രാമിൽ കിട്ടുന്ന ഫുൾ HD കണ്ടന്റുകൾ പോലും നല്ല രീതിയിൽ അപ്സ്കെയിൽ ചെയ്ത് ഹൈ ക്വാളിറ്റിയിലും കാണാൻ സാധിക്കും. ഈ ബ്രാവിയ 3 Mark II ടിവിയുടെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ 65-ലും 75-ലും ആന്റി ഗ്ലെയർ മാറ്റ് ഫിനിഷ് സ്ക്രീനാണ് വരുന്നത്. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് പെർഫെക്റ്റ് ബ്ലാക്ക് ലെവൽ കിട്ടും. സ്ക്രീനിൽ യാതൊരുവിധ റിഫ്ലക്ഷനും ഉണ്ടാകില്ല. നമ്മൾ ടി വി കാണുമ്പോൾ റൂമിന്റെ ജനലോ വാതിലോ തുറന്നിട്ടാലും പുറത്തുനിന്നുള്ള വെളിച്ചമടിച്ച് സ്ക്രീൻ മങ്ങിപ്പോകില്ല. 65-ഇഞ്ച് 75-ഇഞ്ച് മോഡലുകളിൽ വരുന്നത് ഹാർഡ് പാനലാണ്. ഇതിന്റെ ആന്റി ഗ്ലെയർ മാറ്റ് ഫിനിഷും മികച്ച വ്യൂയിങ് ആംഗിളും കാരണം ടിവിയുടെ സൈഡിൽ ഇരുന്ന് നോക്കിയാൽ പോലും കളർ മാറാതെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ വ്യൂയിങ് എക്സ്പീരിയൻസ് കൂട്ടാൻ വേണ്ടി സിനിമ തിയേറ്റർ ക്വാളിറ്റി നൽകുന്ന ഡോൾബി വിഷനും മികച്ച സൗണ്ട് ക്വാളിറ്റി തരാൻ ഡോൾബി അറ്റ്മോസും വരുന്നുണ്ട്. ഡോൾബി വിഷൻ എന്നാൽ ഒരു അഡ്വാൻസ്ഡ് HDR ഫോർമാറ്റ് ആണ്. ഇതിലൂടെ സൂപ്പർ കളേഴ്സ്, ഡീപ് ബ്ലാക്ക്, ഉയർന്ന ബ്രൈറ്റ്നസ് എന്നിവ നമുക്ക് ലഭിക്കും. ഡോൾബി അറ്റ്മോസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്ട് ബേസ്ഡ് ഓഡിയോ ഫോർമാറ്റ് ആണ്. ഇതുവഴി 360 ഡിഗ്രി സറൗണ്ട് സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഈ ടി വി വെർച്വലായി
നല്ല രീതിയിൽ ഡോൾബി അറ്റ്മോസ് ഔട്ട്പുട്ട് തരും. ഇനി ഇതിലേക്ക് ഒരു നല്ല ഹോം തിയേറ്റർ കണക്ട് ചെയ്താൽ കംപ്ലീറ്റ് 360 ഡിഗ്രി സൗണ്ട് നിങ്ങളുടെ റൂമിൽ കിട്ടും. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന നെറ്റ്ഫ്ലിക്സിലും ഹോട്ട്സ്റ്റാറിലും ആമസോൺ പ്രൈമിലും സോണി ലൈവിലും എല്ലാം ഡോൾബി വിഷൻ, ഡോൾബി അറ്റ്മോസ് ഫോർമാറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ സിനിമ കാണാൻ ഇതിലും മികച്ചതും വേറെയില്ല. അടുത്തത് സോണി കസ്റ്റമേഴ്സിന് മാത്രമുള്ള ഒരു എക്സ്ക്ലൂസീവ് ഫീച്ചറാണ് സോണി പിക്ചേഴ്സ് കോഡ്. സോണി പിക്ചേഴ്സ് കോഡ് എന്ന ആപ്പ് നെറ്റ്ഫ്ലിക്സോ ആപ്പിൾ ടിവി പോലെ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒരു ആപ്പ് അല്ല. ഏകദേശം 5000 എബവ് വില വരുന്നു ഇതിന്റെ 1 ഇയർ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സോണി ഫ്രീ ആയിട്ട് നൽകുന്നു. ഇത് സോണി കൊളംബിയ പിക്ചേഴ്സിന്റെ ഒരു മൂവി ലൈബ്രറിയാണ്. സാധാരണ ആപ്പുകളിൽ പോലെയല്ല 4K ബ്ലൂറേ ക്വാളിറ്റിയിൽ ഇതിൽ നിങ്ങൾക്ക് സിനിമകൾ സ്ട്രീം ചെയ്ത് കാണാൻ സാധിക്കും. സാധാരണ സ്ട്രീമിങ്ങിനേക്കാളും ഉയർന്ന 80 Mbps പ്യുവർ സ്ട്രീമിങ്ങിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് ഡോൾബി അറ്റ്മോസും DTS:X സൗണ്ടും അതേ ക്വാളിറ്റിയിൽ ആസ്വദിക്കാൻ സാധിക്കും. ഈ ടിവി വരുന്നത് ഗൂഗിളിന്റെ ഏറ്റവും പുതിയ AI ഗൂഗിൾ ടിവി വിത്ത് ജെമിനി ഒപ്റ്റിമൈസേഷനിലാണ്. നിങ്ങളുടെ ടിവി ഉപയോഗം അങ്ങേയറ്റം എളുപ്പമാകാൻ 6 കിടിലൻ ഫീച്ചേഴ്സ് ആണ് ഇതിലുള്ളത്. ആദ്യത്തെ കാര്യം ടിവി സെറ്റപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ജസ്റ്റ് സ്കാൻ ചെയ്ത് ടിവി റെഡിയാക്കാം. നിങ്ങൾ സോണി ടിവി പർച്ചേസ് ചെയ്താൽ കോൾ സെന്ററിലോ അടുത്തുള്ള സോണി സർവീസ് സെന്ററിലോ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സോണിയുടെ സർവീസ് എഞ്ചിനീയർ 24 മണിക്കൂറിൽ വന്ന് നിങ്ങൾക്ക് ടിവി സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഹോം സ്ക്രീൻ ഫുൾ ഓഫ് കണ്ടന്റ്സ്, നിങ്ങൾ ഇഷ്ടമുള്ള സിനിമകളും വെബ് സീരീസുകളും TV ഷോസും ഇനി ഓരോ ആപ്പിലും കയറി തിരഞ്ഞു നടക്കേണ്ടതില്ല. ഇതിന്റെ ഹോം സ്ക്രീൻ തന്നെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് കണ്ടന്റുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. 10,000+ ആപ്സും ഗെയിംസും 32 GB സ്റ്റോറേജും ഇതിൽ വരുന്നുണ്ട്. ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ ഇനി സ്പേസ് തികയാതെ വരുമെന്ന പേടി വേണ്ട. 10,000-ലധികം ആപ്പുകൾ സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വലിയ 32 GB ഓൺ ബോർഡ് സ്റ്റോറേജും ഇതിനുണ്ട്. ഗൂഗിൾ ജെമിനി ടിവി വിത്ത് ബിൽറ്റ് ഇൻ മൈക്ക്. ഇതിലെ ഗൂഗിൾ ജെമിനി AI ഇൻബിൽട്ട് ആയിട്ടാണ് വരുന്നത്. ഗൂഗിൾ ടിവി ജെമിനിയുടെ ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങളുടെ ടിവി അപ്ഡേറ്റ് ആയിട്ട് വരും. ഇപ്പോൾ വന്ന ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്ന മൂവി അത് കുട്ടികൾക്കുള്ള മൂവിയാണെങ്കിൽ നിങ്ങൾക്ക് ജെമിനിയോട് ഇങ്ങനെ പറയാം, കുട്ടികൾക്ക് പേടിക്കാത്ത മൂവി ആയിരിക്കണം, അതുപോലെ സെക്ഷൽ കണ്ടന്റ്സ് വരാൻ പാടില്ല, അവർക്ക് തമാശകൾ നിറഞ്ഞതായിരിക്കണം, എഡ്യൂക്കേഷൻ പർപ്പസുള്ള മൂവി ആയിരിക്കണം. ഇത് ജെമിനിയോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മൂവീസ് മാത്രമാണ് വരിക. അതുപോലെ നമുക്ക് കാണുന്നത് ഒരു ഫൈറ്റിംഗ് മൂവിയാണ്, അതിലൊരു കാർ ആക്സിഡന്റ് ഉണ്ടാവണം, അതുപോലെ അതിലത് ഹൊറർ സീൻസ് ഉണ്ടാവണം എന്ന് നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള മൂവി ജെമിനി നിങ്ങൾക്ക് കൊണ്ടുതരും. അടുത്തൊരു ഫീച്ചറാണ് ആഡ് മൂവീസ് ടു വാച്ച് ലിസ്റ്റ്. ടിവിയുടെ ലൈബ്രറിയിലേക്ക് നമ്മൾ ആവശ്യമുള്ള മൂവികൾ സജസ്റ്റ് ചെയ്യുക. ഓഫീസിലോ യാത്രയിലോ ഒക്കെ ഇരിക്കുമ്പോൾ കാണാൻ പ്ലാൻ ചെയ്യുന്ന സിനിമകൾ പിന്നീട് മറന്നു പോകാതിരിക്കാൻ നമ്മുടെ സ്മാർട്ട് ഫോണിൽ നിന്ന് തന്നെ ടിവിയുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. കാസ്റ്റ് ഫ്രം ഫോൺ ആൻഡ് ബ്രാവിയ കണക്ട് ആപ്പ്. സ്മാർട്ട് ഫോണിലെ ഫോട്ടോകളും വീഡിയോകളും വലിയ സ്ക്രീനിലേക്ക് കാസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കൂടാതെ ബ്രാവിയ കണക്ട് ആപ്പ് വഴി നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ ടിവി ഫുള്ളായി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വ്യക്തമായ മറുപടി നൽകുന്നതായിരിക്കും. ഈ ടിവി ഗെയിമിങ്ങിന് പെർഫെക്റ്റ് ആണ്. PlayStation 5, Xbox, PC ഗെയിമിംഗ് എല്ലാത്തിനും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഗെയിമിംഗ് ടിവി കൂടിയാണിത്. ബ്രാവിയ 3 Mark II വരുന്നത് ഗെയിമേഴ്സിനായി 4K 120 ഹെർട്സും മോഷൻ ഫ്ലോ XR 480 വരുന്നുണ്ട്. ഈ ടിവിയിലെ മോഷൻ ഫ്ലോ XR 480 എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വളരെ സിമ്പിളായി ഞാൻ പറഞ്ഞുതരാം. ഫ്രെയിം ഇൻസേർഷൻ. ടിവി സ്വന്തമായി യഥാർത്ഥ ഫ്രെയിമുകൾക്കിടയിൽ പുതിയ ഫ്രെയിമുകൾ സൃഷ്ടിച്ച് ഇടയിൽ ഇൻസേർട്ട് ചെയ്യും. ഇത് ഫാസ്റ്റ് മൂവിംഗ് സ്പോർട്സിലും ഗെയിംസിലും മങ്ങൽ എന്ന് പറഞ്ഞാൽ ബ്ലർ കുറയ്ക്കും. രണ്ടാമത് ചെയ്യുന്നത് ബാക്ക് ലൈറ്റ് കൺട്രോൾ ആണ്. ബാക്ക് ലൈറ്റ് സ്കാനിങ്. ഫ്രെയിം ഇൻസേർഷനോടൊപ്പം LED ബാക്ക് ലൈറ്റിനെ വളരെ വേഗത്തിൽ ഓൺ ഓഫ് ചെയ്യുന്നു. ഇത് മോഷൻ ബ്ലർ ഇനിയും കുറച്ച് കണ്ണിന് ഓരോ ഫ്രെയിം കൂടുതൽ ഷാർപ്പായി തരും. ചുരുക്കത്തിൽ 120 ഹെർട്സ് പാനൽ പ്ലസ് ഫ്രെയിം ഇൻസേർഷൻ പ്ലസ് ബാക്ക് ലൈറ്റ് കൺട്രോൾ ഇവയെല്ലാം ചേരുമ്പോഴാണ് മോഷൻ ഫ്ലോ XR 480 എന്ന റേറ്റിംഗ് കിട്ടുന്നത്. ഇത് സുഗമമായ പിക്ചറും തിളക്കവും നൽകുന്നു. ഗോസ്റ്റ് ഇമേജുകൾ പൂർണ്ണമായി ഒഴിവാക്കുന്നു. 120 ഹെർട്സ് നമുക്ക് ആവശ്യം വളരെ ഫാസ്റ്റ് ആക്ഷൻ മൂവീസ് കാണാനും അതുപോലെ തന്നെ ഗെയിംസ് കളിക്കാനും സ്പോർട്സ് കാണാനും ഒക്കെയാണ്. 120 ഹെർട്സ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 120 ഫ്രെയിംസ് മൂവ് ചെയ്യുമ്പോഴാണ് 1 സെക്കൻഡ് മൂവിയാണ് 120 ഹെർട്സ് എന്ന് പറയുന്നത്.
ഗെയിമേഴ്സിന് ഏറ്റവും ഉപകാരപ്പെടുന്ന മറ്റൊരു ഫീച്ചറാണ് ഇതിലെ സോണിയുടെ ഗെയിം മെനു. വൺ പ്ലേസ് ഫോർ ഓൾ ഓഫ് യുവർ ഗെയിം സെറ്റിംഗ്സ് എന്നതിന് പറയാം. പ്ലേസ്റ്റേഷൻ 5, പ്ലേസ്റ്റേഷൻ, PS5, എക്സ്ബോക്സ്, PC അല്ലെങ്കിൽ ലാപ്ടോപ്പ് കണക്ട് ചെയ്ത് ഗെയിം കളിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഈ ഒരു മെനുവിൽ കിട്ടും. ഇതിൽ നമുക്ക് എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് നോക്കാം. VRR വേരിയബിൾ റിഫ്രഷ് റേറ്റ്. ഇത് ഡിവൈസിൽ നിന്നുള്ള ഫ്രെയിം റേറ്റും ടിവിയുടെ റിഫ്രഷ് റേറ്റ് തമ്മിൽ സിങ്ക് ചെയ്യും. VRR ഇല്ലെങ്കിൽ ഇമേജ് കീറിപ്പോകുന്ന സ്ക്രീൻ ടീയറിംഗ് ഉണ്ടാകും. എന്നാൽ VRR ഉള്ളതുകൊണ്ട് ഇമേജ് എപ്പോഴും ക്ലീനും അലൈൻഡുമായിരിക്കും. ALLM ഓട്ടോ ലോ ലേറ്റൻസി മോഡ് ഇതുള്ളതുകൊണ്ട് ഉയർന്ന നിലവാരമുള്ള ഗെയിമുകളും സിനിമകളും സ്പോർട്സും യാതൊരുവിധ ലാഗുമില്ലാതെ ആസ്വദിക്കാം. ബ്ലാക്ക് ഈക്വലൈസർ ഗെയിമിലെ ഇരുണ്ട ഭാഗങ്ങൾ കൂടുതൽ വ്യക്തമായി കാണിച്ചു തരും. എനിമി എവിടെയുണ്ടെങ്കിലും ഇരുട്ടത്ത് ഒളിച്ചിരിപ്പുണ്ടെങ്കിലും പെട്ടെന്ന് കണ്ടുപിടിക്കാം. ക്രോസ് ഹെയർ അല്ലെങ്കിൽ സ്ക്രീൻ സെന്ററിംഗ് ഷൂട്ടിംഗ് ഗെയിമുകൾ കളിക്കുന്നവർക്ക് കൃത്യമായി എയിം ചെയ്യാൻ സ്ക്രീനിന്റെ നടുവിൽ ഒരു ക്രോസ് ഹെയർ മാർക്ക് നൽകാൻ പറ്റും. ഇനി നിങ്ങൾ ഒരു PS5 യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് 2 സ്പെഷ്യൽ ബോണസ് ഫീച്ചർ കൂടിയുണ്ട്. ഓട്ടോ HDR ടോൺ മാപ്പിംഗ്. കൺസോളിന്റെ ഇനീഷ്യൽ സെറ്റപ്പിൽ തന്നെ HDR സെറ്റിംഗ്സ് തൽക്ഷണം ഒപ്റ്റിമൈസ് ചെയ്യും. അതുകൊണ്ട് ഡാർക്ക് ഷാഡോകളിലും ബ്രൈറ്റ് ഹൈലൈറ്റിലും പോലും ഫൈൻ ഡീറ്റെയിൽസും ട്രൂ കളറും കാണാം. രണ്ടാമതൊരു ഓട്ടോ ജനറൽ പിക്ചർ മോഡ്. നിങ്ങൾ PS5 കണക്ട് ചെയ്യുമ്പോൾ TV ഓട്ടോമാറ്റിക്കായി ലാഗ് കുറയ്ക്കാൻ വേണ്ടി ഗെയിം മോഡിലേക്ക് മാറും. തിരിച്ച് നിങ്ങൾ സിനിമ കാണാൻ തുടങ്ങുമ്പോൾ മികച്ച ദൃശ്യഭംഗിക്കായി അത് സ്റ്റാൻഡേർഡ് മോഡിലേക്ക് തനിയെ മാറുകയും ചെയ്യും. ഇത് കേട്ടാൽ PS5 പ്രേമികൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങളുടെ PS5 ലിവിംഗ് റൂമിലാണ്, പക്ഷേ കളിക്കണം എന്നത് ബെഡ്റൂമിൽ ഇരുന്നാണ്. അതും ഒരു സോണി ബ്രാവിയ 3 Mark II TV മാത്രമുണ്ടെങ്കിൽ. എങ്ങനെയാണ് ഇത് സാധിക്കുന്നതെന്ന് നോക്കാം. ഇതിന്റെ പേരാണ് PS റിമോട്ട് പ്ലേ. ലളിതമായി പറഞ്ഞാൽ വീട്ടിലെ ഇന്റർനെറ്റ് കണക്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ PS5 പുതിയ PS5 Pro അല്ലെങ്കിൽ PS4 കൺസോളിലുള്ള ഗെയിമുകൾ ഈ ടിവിയിലേക്ക് നേരിട്ട് സ്ട്രീം ചെയ്ത് കളിക്കാം. ഇതിന്റെ പ്രധാന ബെനിഫിറ്റ്സ് നോക്കാം. റിമോട്ട് കൺസോൾ ആക്സസ്. കൺസോൾ ഇരിക്കുന്ന അതേ റൂമിൽ ഇരുന്ന് കളിക്കണമെന്ന് നിർബന്ധമില്ല. കൺസോൾ ലിവിംഗ് റൂമിലും TV ബെഡ്റൂമിൽ ആണെങ്കിൽ പോലും ബെഡ്റൂമിൽ കൺസോൾ കൺട്രോൾ ചെയ്യാം. ഹോം സ്ക്രീൻ കാണാം, ഗെയിം കളിക്കാം. സുഹൃത്തിന്റെ വീട്ടിൽ ആണെങ്കിൽ പോലും അവിടെ ബ്രാവിയ TV ഇന്റർനെറ്റുമായി കണക്ട് ചെയ്ത് നിങ്ങളുടെ വീട്ടിലെ പ്ലേസ്റ്റേഷൻ ഗെയിമുകൾ കളിക്കാം. സീംലെസ് സ്ട്രീമിംഗ്. ഒരു റൂമിലെ ടിവിയിലെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോസ് ചെയ്തിട്ട് ബ്രാവിയ TV PS റിമോട്ട് പ്ലേ ആപ്പ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾ നിർത്തിയ അതേ പോയിന്റിൽ നിന്ന് തന്നെ തടസ്സമില്ലാതെ കളി തുടരാം. അപ്പോൾ ഫ്രണ്ട്സ്, മികച്ച വിഷ്വൽസും തിയേറ്റർ എക്സ്പീരിയൻസും അതോടൊപ്പം ഗൂഗിൾ ജെമിനി AI സ്മാർട്ട് ഫീച്ചറുകളും ഒത്തിണങ്ങിയ സോണി ബ്രാവിയ 3 Mark II XR35M2 എങ്ങനെയുണ്ട്? വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോണി ബ്രാവിയ 7 Mark II എന്ന പുതിയ ടിവിയുടെ ഫീച്ചേഴ്സും ടെക്നോളജിയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.